സർ, ആദ്യം തന്നെ ചോദിക്കാനുള്ളത് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളമാണ്. നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴൊരു ഫ്ലാറ്റ് നെഗറ്റീവായിട്ടുള്ള ഒരു ടോണിലാണ് നിലനിൽക്കുന്നത്. അതായത് ഒരു നേട്ടത്തിന് ശേഷം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കഴിഞ്ഞ ഒരു വീക്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യിൽ കാര്യമായ ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. എപ്പോഴും പോസിറ്റീവ് ബയാസ് നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആ ഒരു പ്രത്യാശയിലാണ്. ബട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഘടകം, നമ്മൾ ഏകദേശം ഒരു 1500 പോയിന്റ്സിന്റെ ഒരു റാലിയാണ് കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ മാസം നമ്മൾക്ക് വന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഒരു ചെറിയ കറക്റ്റീവ് ആക്ഷൻസ് വന്നിട്ടുണ്ട്. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ടത് ഒരു 25,500 ലെവലില് നല്ലൊരു സപ്പോർട്ട് സോൺ, അതായത് സ്ട്രോങ് സപ്പോർട്ട് സോൺ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് സോൺ എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരാനുള്ള ഒരു വീക്ക് ആയതുകൊണ്ട് ഒരു സ്ലോ മൂവിങ് സ്റ്റാർട്ട് എന്നാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ ഈ വീക്കിൽ ഒരുപാട് ന്യൂസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം രാവിലെ ഡിസ്കസ് ചെയ്തതുപോലെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ന്യൂസ് എല്ലാം വരുന്ന അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് നിഫ്റ്റിയിൽ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ പോസിറ്റീവ് തന്നെയാണ്. ബട്ട് ദ സ്ട്രോങ് സപ്പോർട്ട് ഒരു 25,500 ലെവലിൽ ആണ് ഉള്ളത്. ആ ലെവലിലേക്ക് നമ്മൾ വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാങ്കിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് PSU ബാങ്ക്സിലൊക്കെ വളരെയധികം പോസിറ്റീവ്സ് നിലനിൽക്കുന്നുണ്ട്. അഗൈൻ PSU ബാങ്കിന്റെ സ്ട്രെങ്ത് ഒരിക്കൽ കൂടി നമുക്ക് ദൃശ്യമാവുന്നുണ്ട്. അതെല്ലാം തന്നെ നിഫ്റ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ സർ, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇന്നൊരു മികച്ച ഒരു മൊമെൻറ്റം കാണാൻ വേണ്ടി സാധിക്കുന്നത് ഭാരതി എയർടെല്ലാണ്. എയർടെലിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു പാദഫലമൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ലാഭമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 89% ഒരു വർധനമാണ് ഭാരതി എയർടെലിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഭാരതി എയർടെൽസിൻ്റെ ഒരു ടെക്നിക്കൽസ് പരിശോധിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മളത് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു 2000 എബോ പോവുകയാണെങ്കിൽ അത് വലിയൊരു ബ്രേക്ക്ഔട്ടിലേക്ക് പോകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പോ ഒരുപാട് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ തന്നെ ബൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഭാരതി എയർടെൽ ഉള്ളത്. അപ്പൊ അത് വളരെയധികം പോസിറ്റീവ് ഇമ്പൾസീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം വരാൻ സാധ്യതയുണ്ട്. 2000 എബോ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സോണാണ്. ഏതെങ്കിലുമൊക്കെ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ അത് റീ എൻട്രി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം കരുതുക. എനിക്ക് വളരെയധികം പോസിറ്റീവ് വ്യൂ ഉള്ളതാണ്. 2400 വരെയൊക്കെ ഇമ്മീഡിയറ്റ് നമുക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 2000 അടുത്തേക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ, ഇപ്പോൾ സ്ഥിതിയിൽ വോളിയം വളരെയധികം മികച്ചു നിൽക്കുന്നതുകൊണ്ട് വരാനുള്ള സാധ്യത കുറവാണ്. ബട്ട് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീ എൻട്രി പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. വീണ്ടും നല്ലൊരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ 1800 നിന്നാണ്. അപ്പോൾ 2200 ആൻഡ് 2400 വരുമ്പോൾ എന്തെങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അത് വളരെയധികം മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ലോങ് ടൈം ബെറ്റ് എന്നുള്ള നിലയിൽ പോസിറ്റീവായിട്ട് വ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോ അത് ക്രൂഷ്യലായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ടൈറ്റൻ്റെ ഓഹരി പരിശോധിക്കുകയാണെങ്കിലും വളരെ മികച്ച ഒരു മൊമെൻറ്റം തന്നെയാണ് ടൈറ്റനും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മികച്ച ഒരു പാദഫലം തന്നെയാണ് ഇപ്പോൾ ടൈറ്റനും പിന്തുണയായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ടൈറ്റൻ്റെ ഒരു ടെക്നിക്കൽസ് പരിശോധിക്കുമ്പോൾ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? വളരെയധികം പോസിറ്റീവായിട്ട് ഇന്ന് വളരെയധികം പോസിറ്റീവ് ഒരു ബ്രേക്ക്ഔട്ട് വന്ന ഒരു സ്റ്റോക്സ് ആണ്. വളരെ നല്ലൊരു പിക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്റ്റ് ആയിട്ടുള്ള ടൈമാണ് ഇന്ന് ടൈറ്റനെ സംബന്ധിച്ചോളം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് കഴിഞ്ഞ കുറച്ച് ഒരു 2-3 months ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 3700 വരികയും അതേപോലെ 3300 ഇന്ന് റേഞ്ച് ബൗണ്ടിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത് ബ്രേക്ക്ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് 3800 മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 500 പോയിന്റ്സിൽ നിന്നുള്ള റേഞ്ച് ഔട്ട് ആയിട്ടുണ്ട്. അതൊരു സൈഡ് വൈസിൽ നിന്ന് അത് മാറിയിട്ടുണ്ട്. അപ്പൊ അത് വളരെയധികം പോസിറ്റീവ് ആയിരിക്കും. നിയർലി ഒരു 500 പോയിന്റ്സ് എബോ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാനൊരു ഷോർട്ട് ടൈം വ്യൂവിൽ തന്നെ അത് 4000 എബോ പോകാനുള്ള സാധ്യതയാണ്. 4200 ഒക്കെയാണ് അടുത്ത് വരാനുള്ള ലെവൽ എന്ന് പറയുന്ന അപ്പർ സൈഡിലേക്ക്. ഇമ്മീഡിയറ്റ് നമുക്ക് ഇപ്പൊ കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് 3700 തന്നെയാണ്. ആ പോയിന്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ടിൽ ഈ 2 ലെവലായിരിക്കും അടുത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽ. വളരെയധികം പോസിറ്റീവാണ് ഷോർട്ട് ടു ലോങ് ടൈം. സിറ്റി യൂണിയൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു മികച്ച ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 15% മുകളിൽ, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഒക്കെ നോക്കുകയാണെങ്കിൽ 14% മുകളിലുള്ളൊരു നേട്ടമാണ് സിറ്റി യൂണിയൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? CAB നമ്മളെ ബാങ്കിങ് സെക്ടറിലാണ്. നമ്മൾ നേരത്തെ പോസിറ്റീവ് ആയിരുന്നു.
ഇപ്പൊ ഈ ബാങ്കുകളെല്ലാം തന്നെ പോസിറ്റീവ് ടോണിൽ ഉള്ളതാണ്. നേരത്തെ തന്നെ ഈ 200 പോയിന്റ്സ് 200 ലെവലിൽ നിന്ന് അത് കയറി വരുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. അപ്പൊ ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ഇതിനുണ്ട്, പോസിറ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നു. ബട്ട് എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 264 ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ വരികയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് കോഷ്യസ് ആയിട്ട് നോക്കുക. ആ ലെവൽ അത് കഴിഞ്ഞിട്ട് ഒന്ന് വാച്ച് ചെയ്യുക. തിരിച്ച് താഴോട്ട് നമ്മൾ ഒരു 232-34 ലെവലിൽ വരികയാണെങ്കിൽ വീണ്ടും റീ എൻട്രി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് അത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്ലോലി വരികയും പിന്നീട് അത് കയറുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഈ CUVനെ സംബന്ധിച്ച് ചാർട്ട് പാറ്റേണിൽ കാണുന്നത്. വോളിയം വളരെയധികം ഹൈ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് ബയാസ് വെക്കുക. ബട്ട് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇമീഡിയറ്റ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതല്ല 260-64 ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ റീ എൻട്രി ചെയ്യുന്നതിന് വളരെ നല്ലതായിരിക്കും.